ഹലോ, ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. അതിനായിട്ട് കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരച്ചത്, ചെറിയ സൈസ് ഒരു പൊട്ടറ്റോ, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് അരിഞ്ഞത്. പിന്നീട് വേണ്ടത് ഒരു 4-5 പച്ചമുളക്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കാഷ്യൂനട്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. ഇനി 4-5 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 4-5 ഗ്രാമ്പൂ, പിന്നീട് ഒരു ബേ ലീഫ്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വയ്ക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കുക. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുക്കണം. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നീട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചെറിയ എണ്ണയൊക്കെ തെളിഞ്ഞു വരത്തക്ക രീതിയിലേക്ക് വഴറ്റിയെടുക്കണം. പിന്നീട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി കാഷ്യൂനട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ കാഷ്യൂനട്ടിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് ലൂസായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ആവശ്യമുള്ള ഗ്രേവിയോട് കൂടിയ മഷ്റൂം മസാല തയ്യാറാവും.
നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയില കൂടി വിതറി കൊടുക്കുക. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം.